ശ്രീതു എന്ന മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. മാത്രവുമല്ല, ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കാരണവശാലും എത്തിപ്പെടുവാൻ യാതൊരു യോഗ്യതയുമുള്ള ഒരു മത്സരാർത്ഥി അല്ല എന്നുള്ളത് നിരന്തരം അവരവിടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവരുടെ അമ്മ ആ വീട്ടിൽ വന്നതിന് ശേഷം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് എന്തെല്ലാം ടാലന്റുകളാണുള്ളത്, അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഇതുവരെ നീ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ടോ? അത് പുറത്തെടുത്ത് കളിക്ക്. മാത്രവുമല്ല, മുൻപിലുള്ള ഓരോ കാര്യങ്ങളെയും നീ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴെന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. മൈൻഡ് ഗെയിം കളിക്കുക. തൻ്റെ അമ്മയോട് ശ്രീതു ഓക്കെ പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു മൈൻഡ് ഗെയിം കളിക്കുവാൻ തക്കവണ്ണം അതിനുള്ള കപ്പാസിറ്റി ഒന്നും ശ്രീതുവിനില്ല എന്നുള്ളത് പലയാവർത്തി അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വളരെ വ്യക്തമായി അത് ശ്രീതു വെളിപ്പെടുത്തുകയും ചെയ്തു ഒരു പ്രാവശ്യം കൂടി. അതായത് ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ള യോഗ്യത നേടുവാൻ അതിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്ന ടാസ്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ടാസ്കുകൾ കഴിഞ്ഞു, 3ാമത്തെ ടാസ്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ടാസ്കിന്റെ വിധി നിർണയത്തോടുള്ള ബന്ധത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുവാനുള്ള സുവർണ അവസരം ലഭിച്ച വ്യക്തിയായിരുന്നു ശ്രീതു. പക്ഷേ ശ്രീതു ബിലോ ആവറേജ് ആണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു തന്റെ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ടീമിന് പോയിന്റ് കൊടുത്തത്. അതായത് ജാസ്മിന്റെ നെസ്റ്റ് ടീമിന്റെ വിധികർത്താവായിട്ടാണ് ശ്രീതു നിയോഗിക്കപ്പെട്ടത്. നെസ്റ്റ് ടീമിലെ അർജുനും ജാസ്മിനും കൂടി ഉണ്ടാക്കിയെടുത്ത പില്ലോസ് പരിശോധിച്ചതിനു ശേഷം അതിൽ ഒരെണ്ണം താൻ കൊള്ളാം എന്ന് പറയുകയും 2 റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ പീപ്പിൾസ് ടീമിന് വേണ്ടി സായിയാണ് വിധി നിർണയത്തിന് പോയത്. അദ്ദേഹവും അവർക്ക് ഒരു പില്ലോ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അൻസിബയുടെ പീപ്പിൾസ് ടീമിനും ജാസ്മിന്റെ നെസ്റ്റ് ടീമിനും 3 പോയിന്റുകൾ വീതം ലഭിക്കുകയും അവർ ടൈ ആവുകയും ചെയ്തു. പക്ഷെ ഇവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസത്തെ 2 ടാസ്കുകളിൽ കൂടി 4 പോയിന്റ് കരസ്ഥമാക്കിയിരുന്ന ജാസ്മിന്റെ നെസ്റ്റ് ടീം ഇപ്പോൾ ലഭിച്ച 3 പോയിന്റ് കൂടി ആയപ്പോഴേക്കും 7 പോയിന്റുകളോടുകൂടി ടോപ്പിലെത്തി. ഇങ്ങനെയുള്ള ഒരു അപകടം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ഗെയിം ചേഞ്ചറായി മാറുവാൻ ജിൻഡോ ആദ്യം തന്നെ ഒരുമ്പിട്ട് മുൻപോട്ടിറങ്ങിയത്. ജിൻഡോ ടണൽ ടീമിന്റെ, അതായത് സിജോയുടെയും അപ്സരയുടെയും വിധികർത്താവായിട്ടാണ് പോകുന്നത്. അവർ എല്ലാവരെക്കാളും അധികം പില്ലോസ് ഉണ്ടാക്കിയ ആൾക്കാരായിരുന്നു. ഏകദേശം 9ഓളം പില്ലോസ് ആണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ പില്ലോകൾ പരിശോധിച്ചതിനു ശേഷം സകലതും അദ്ദേഹം റിജക്ട് ചെയ്തു. അതിന്റെ കാരണം ഒരെണ്ണമെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പോയിന്റ് ഒരു പക്ഷേ അവരെ മുൻപിലെത്തിക്കും എന്ന് ജിൻഡോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ 9 പില്ലോസിലും ഒരെണ്ണം പോലും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിജക്ട് ചെയ്തു. ഇവിടെ ജിൻഡോ മുൻകൂട്ടി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന 2 ടാസ്കുകളിൽ കൂടി സിജോയുടെ ടണൽ ടീമിന് ഏകദേശം 5 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 3 പോയിന്റ് കൂടി അവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പോയിന്റുമായിട്ട് ഏറ്റവും ടോപ്പിലെത്തും. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ അവരെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി തന്നെയായിരുന്നു ജിൻഡോ കളിച്ചത്. പക്ഷേ ആ മേഖലയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനുള്ള വകതിരിവും ബോധവും ശ്രീതുവിനില്ലായിരുന്നു എന്നുള്ളത് തന്റെ വിധി നിർണയത്തിൽ കൂടി ശ്രീതു തെളിയിക്കുകയായിരുന്നു. അതായത് പില്ലോസിന്റെ ഗുണം നോക്കി, അതിന്റെ ഭംഗി നോക്കി അതിന് മാർക്കിടുക എന്നുള്ളതായിരുന്നു ശ്രീതു മനസ്സിലാക്കിയത്. എന്നാൽ ജിൻഡോ പില്ലോസിന്റെ ഗുണവും കാര്യങ്ങളും ഒന്നുമല്ല ശ്രദ്ധിച്ചത്. ഇവരൊരിക്കലും ജയിക്കാൻ പാടില്ല, അവർ ജയിച്ചാൽ നമ്മൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാകും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ അവരെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. ശ്രീതു എന്ന വിധികർത്താവ് ടണൽ ടീമിന്റെ അംഗമാണ്. ടണൽ ടീമിന് ഓൾറെഡി 5 പോയിന്റുമായിട്ട് അവരാണ് മുൻപിൽ നിൽക്കുന്നത്. ഈ സമയത്ത് ശ്രീതു ജാസ്മിന്റെ നെസ്റ്റ് ടീമിനെ പിന്തുണയ്ക്കാതെ അവരുടെ പില്ലോസ് മുഴുവനും ജിൻഡോ ചെയ്തതുപോലെ തന്നെ റിജക്ട് ചെയ്യുവാൻ തയ്യാറാവുകയായിരുന്നുവെങ്കിൽ ഈ ലഭിച്ച 5 പോയിന്റുമായിട്ട് ടണൽ ടീം തന്നെ, അല്ലെങ്കിൽ സ്വന്തം ടീം തന്നെ മുൻപിൽ നിൽക്കുമായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ബുദ്ധി കൊണ്ട് കളിക്കുവാൻ അറിയാത്തത് കൊണ്ട് ഹൃദയം കൊണ്ട് കളിക്കുവാൻ തയ്യാറായി. അവരത്രയും എഫേർട്ട് ഇട്ടതല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ശ്രീതു വിധി പറയുവാൻ വേണ്ടി പോയത്. എന്നാൽ ജിൻഡോ അങ്ങനെ ആയിരുന്നില്ല. ജയിച്ചേ മതിയാകൂ, നമുക്ക് മുൻപിൽ കയറിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എഫേർട്ടിനെയോ അവർ ചെയ്ത നല്ല കാര്യങ്ങളെയോ ശ്രദ്ധിക്കാതെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ മൈൻഡ് ഗെയിം തന്നെ കളിച്ചു. ചുരുക്കത്തിൽ 3ാം ഘട്ട ടാസ്ക് കഴിഞ്ഞപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ജാസ്മിന്റെ നെസ്റ്റ് ടീം 7 പോയിന്റിലേക്ക് എത്തി. ശ്രീതു അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവരെ 4 പോയിന്റിൽ തന്നെ നിർത്തുവാൻ കഴിയുമായിരുന്നു. സ്വന്തം ടീമിന് 5 പോയിന്റ്, കഴിഞ്ഞ ദിവസം അവർക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഡെൻ ടീമിനെയും പീപ്പിൾസ് ടീമിനെയും 4 പോയിന്റിൽ തന്നെ തളയ്ക്കുകയും ഒടുവിൽ 5 പോയിന്റോടുകൂടി സ്വന്തം ടീമിന് മുൻപിൽ തന്നെ നിൽക്കുവാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. എന്തായാലും പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടൂല. അതുകൊണ്ട് തന്നെ ശ്രീതു നേരത്തെ ഉറങ്ങാൻ ഇന്ന് കയറിയിട്ടുമുണ്ട്.